ദീപക് മലയമ്മയും സിനോജ് തോമസും ചേരും. ആദ്യം സിനോജ്, നമ്മുടെ വില്ലേജ് ഓഫീസിൽ എന്ത് പറ്റി? കൃത്യമായിട്ട് പൈസ അടയ്ക്കാത്തതാണ്. 13 ദിവസമായിട്ടും പൈസ അടച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. KCBക്ക് മറ്റു വഴിയില്ലല്ലോ. സർക്കാർ ഓഫീസാണെന്ന് നോക്കിയില്ല, നേരെ പോയങ്ങ് ഫീസ് ഊരി. എന്താണ് വില്ലേജ് ഓഫീസർ പറയുന്നത്? നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു അരുൺ സാർ. ആ സമയത്തെ അവിടെ 5 സ്റ്റാഫുള്ള വില്ലേജ് ഓഫീസാണ്. അതിൽ 3 പേര് ലീവാണ്. മറ്റൊരു വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസർക്കാണ് ചാർജ് കൊടുത്തിരിക്കുന്നത്. ആ ഉദ്യോഗസ്ഥർ മുഴുവൻ കുറ്റക്കൂര ഇരുട്ടത്താണ് ഇരിക്കുന്നത്. കാരണം നല്ല മഴയായിരുന്നു ആ സമയത്ത്. നാട്ടുകാർ മെഴുതിരൊക്കെ തന്നെ കത്തിച്ചു കൊടുത്താണ് ഉദ്യോഗസ്ഥർ അവിടെ ഇരിക്കുന്നത് കണ്ടത്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ബില്ല് അടയ്ക്കാൻ കഴിയാത്തത്. ആ സമയത്ത് അവർ പറഞ്ഞത് 2 വർഷത്തിലേറെയായിട്ട് കേന്ദ്രീകൃത ബില്ലിംഗ് സംവിധാനമാണ്. അതായത് വില്ലേജ് ഓഫീസിൽ വരുന്ന കറണ്ട് ബില്ലും ഫോൺ ബില്ലൊക്കെ തന്നെ താലൂക്കിലേക്ക് കൊടുത്തത് കളക്ടറേറ്റ് വഴിയാണ് പാസ്സാക്കി ഒരുമിച്ചാണ് അടയ്ക്കുന്നത്. വടകര താലൂക്കിൽ 28 വില്ലേജ് ഉണ്ട്. ആ 28 വില്ലേജുകളിൽ കഴിഞ്ഞ 6 മാസം, അതായത് കഴിഞ്ഞ ഡിസംബർ മുതലുള്ള കറണ്ട് ബില്ല് ഇതുവരെ അടച്ചിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് ഇവിടുത്തെ മാത്രം, വില്യാപ്പള്ളിയിലെ മാത്രം ഈ ഫ്യൂസ് ഊരി എന്നൊരു സംശയം വന്നു. ആ സമയത്ത് ഞാൻ വടകര തഹസിൽദാരെ വിളിച്ചു. അദ്ദേഹം ഈ കഥ മുഴുവൻ കേട്ടു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ മീറ്റിങ്ങിലാന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്ത് അദ്ദേഹം വിട്ട് കളഞ്ഞു. പിന്നീട് അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല. അങ്ങനെ വിട്ട് കളഞ്ഞാൽ പറ്റില്ലല്ലോ. ഞാൻ നേരെ KCB വിളിച്ചു, എഞ്ചിനീയറെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞത് ആദ്യത്തെ ബില്ല് കുടിശ്ശിയായപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ്, എന്നിട്ട് ബില്ല് അടച്ചില്ല. അങ്ങനെ 3 ബില്ല് കുടിശ്ശി വന്നപ്പോൾ ഞങ്ങൾ ഫ്യൂസ് ഊരി എന്നാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ ഇത് കേന്ദ്രീകൃത ബില്ലിങ്ങിലേക്ക് കൺസ്യൂമർ നമ്പർ വന്നിട്ടില്ലെന്നും അദ്ദേഹം ഒരു സംശയം പറയുന്നു. അങ്ങനെ ഞാൻ വടകര RDOനെ വിളിച്ചു. ആ സമയത്ത് RDO പറയുന്നത് ഇത് കേന്ദ്രീകൃത ബില്ലിംഗ് തന്നെയാണ്, 2 വർഷമായി ഇതേ നമ്പർ ഞങ്ങൾ അടയ്ക്കുന്നതാണ്, ആ ഒരു വാശിക്ക് ഫ്യൂസ് ഊരിയതാണെന്ന് റവന്യൂ RDO പറയുന്നു. അതായത് 2 വകുപ്പുകൾ തമ്മിലുള്ള ഒരു തർക്കമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഏതായാലും അവിടുത്തെ നാട്ടുകാരാണ് പെട്ടിരിക്കുന്നത്. 40,000 ആളുകൾ ആശ്രയിക്കുന്ന ഒരു വില്ലേജ് ഓഫീസാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസർക്ക് അവാർഡ് കിട്ടിയ ഒരു വില്ലേജും കൂടി. അതെ, തഹസിൽദാർ കഴിഞ്ഞാലേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ റവന്യൂവിൻ്റെ ആണോ KCBയുടെ ആണോ? ആരുടെ ഭാഗത്ത് ശരിക്കും വീഴ്ച? അതാണ് എനിക്ക് സംശയം. ആരുടെ ഭാഗത്താണ് വീഴ്ച? പരസ്പരം പഴി ചാരുകയാണ്. റവന്യൂ വകുപ്പ് പറയുന്നു KCBൻ്റെ ഒരു വാശിപ്പുറത്ത് വന്ന് ഫ്യൂസ് ഊരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വാശി കാണിക്കേണ്ട ഒരു സ്ഥലമല്ല വില്ലേജ് ഓഫീസ്. KCB പറയുന്നു പണം അടച്ചിട്ടില്ല, 3 മാസമായി വാണിംഗ് കൊടുത്തു, എന്നിട്ടും അടയ്ക്കാത്തതുകൊണ്ട് ഫ്യൂസ് ഊരി എന്ന് പറഞ്ഞു. അപ്പോഴൊരു സംശയം, കോഴിക്കോട് ജില്ലയിൽ 118 വില്ലേജ് ഉണ്ട്. അവിടെ എവിടെയും ഇത് അടച്ചിട്ടില്ല, ബില്ല് അടച്ചിട്ടില്ല. വടകര താലൂക്കിൽ 28 വില്ലേജ് ഉണ്ട്, എവിടെയും അടച്ചിട്ടില്ല. ഈ വില്യാപ്പള്ളി മാത്രമാണ് ഊരിയിരിക്കുന്നത്. ഒരു ക്ലാസ്സിലിരുന്നു അല്ല, തഹസിൽദാരല്ല KCBക്കാർ വന്ന് ഊറണമെങ്കിലേ അവരുമായിട്ട് എന്താ ബന്ധം എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അല്ല, ബാക്കി വില്ലേജുകളുണ്ടല്ലോ, അവിടെ അടച്ചിട്ടില്ല, അവിടുത്തെ ബില്ലുകളും അടച്ചിട്ടില്ല. അതായത് ഒരുമിച്ചാണ് ഈ വടകര താലൂക്കിലെ എല്ലാ താലൂക്കിലും കേരളത്തിൽ അങ്ങനെയാണ് നടക്കുന്നത്. ഈ വിഷയം വന്നപ്പോൾ ഞാൻ തൊട്ടടുത്ത ജില്ലയിൽ കണ്ണൂരും വയനാട് അന്വേഷിച്ചു. അവിടെ പ്രശ്നമില്ല. അതാണ് സംശയത്തിനിടയാക്കുന്നത്. എന്തുകൊണ്ട് ഇവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ തൊട്ടടുത്ത ജില്ലകളിൽ ഈ പ്രശ്നം വരണ്ടേ? അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. കോഴിക്കോട് ജില്ലയിൽ മാത്രം എന്തുകൊണ്ട് 6 മാസമായി ബില്ലുകൾ മുടങ്ങിക്കിടക്കുന്നു? ഇനി റവന്യൂ വകുപ്പിൽ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ബില്ല് കൊടുക്കാത്തതാണോ പ്രശ്നം? അവിടെ സംശയമുണ്ട്. അങ്ങനെ അതായത് ഒറ്റ കാര്യമേ ഉള്ളൂ, പൊതുവായിട്ട് ബില്ല് അടയ്ക്കുന്ന പരിപാടിയില്ല. പക്ഷേ ഈ വില്ലേജ് ഓഫീസുകളെ സംബന്ധിച്ച് അടയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്, അല്ലേ? അത് ശരിയാണ് ദീപക്. കാരണം സർക്കാർ ഓഫീസുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വാട്ടർ അതോറിറ്റിക്കും KCBക്കും പണം കൊടുക്കാനുള്ളത്. സർക്കാർ ആയതുകൊണ്ട് അവർ കാര്യമായിട്ട് ഇടപെടുന്നില്ല. പക്ഷേ പാവം റവന്യൂ വകുപ്പ് ആയതുകൊണ്ട് ഇടപെട്ടു. അപ്പോൾ CPയുടെ കയ്യിലാണല്ലോ റവന്യൂ വകുപ്പ്, KCB ഇരിക്കുന്നതാകട്ടെ കൃഷ്ണൻകുട്ടിയുടെ കയ്യിലും. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ആ അടിസ്ഥാനത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ KCB ശ്രദ്ധിക്കണം. അതുപോലെ ദീപക്, നമ്മുടെ ഈ കുടുംബങ്ങൾക്ക് എന്താ പറ്റിയത്? 4,000 രൂപയുടെ ബില്ലൊക്കെ അടിച്ചങ്ങ് കൈ കൊടുക്കുക. പാവങ്ങൾ ഞെട്ടിക്കാണുമല്ലേ? അതായത് 2 മാസം കൂടുമ്പോഴാണല്ലോ പൊതുവെ മീറ്റർ റീഡിംഗ് എടുക്കാറുള്ളത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പനങ്ങാട് പഞ്ചായത്തിലെ 10ാം വാർഡാണ്, ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 3 മാസമായി റീഡിംഗ് എടുത്തു. 3ാമത്തെ മാസമാണ് റീഡിംഗ് എടുക്കുന്നത്. അത് എടുത്തു കഴിഞ്ഞപ്പോൾ ശരാശരി വരുന്ന ബില്ലിൻ്റെ ഇരട്ടിയായിട്ട് ബിൽ തുക വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആളുകളുടെ കണ്ണ് തള്ളി, ഇതെന്താ സംഭവിച്ചതെന്ന്. പലരും മീറ്റർ മാറ്റണം എന്നൊക്കെ ആവശ്യപ്പെട്ട് KCB സമീപിക്കാനൊക്കെ ചെന്നു. ആ സമയത്തൊക്കെ KCB പറഞ്ഞത് മീറ്റർ മാറ്റേണ്ടതില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി. പക്ഷേ നാട്ടുകാർ ഒന്നടങ്കം വലിയ പ്രതിഷേധം എന്നുള്ളതിലേക്ക്, അതായത് 2 മാസത്തെ ബില്ലടയ്ക്കാൻ തന്നെ ആളുകൾ പ്രയാസപ്പെടുക. ആ സമയത്താണ് 3 മാസത്തെ ബില്ല് വരുന്നത്. സ്വയമായിട്ടും യൂണിറ്റ് കൂടും 3 മാസം. അങ്ങനെ സ്ലാബ് മാറുമോ, ബില്ല് കൂടും? അങ്ങനെ സംശയമുണ്ടോ? ഞാനത് ഇന്നലെ AU ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് സ്ലാബിൽ മാറ്റം വരില്ല എന്നുള്ളതാണ് പുള്ളി വാദമായിട്ട് ഉയർത്തുന്നത്. പക്ഷേ യൂണിറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ലാബ് മാറേണ്ട തരത്തിൽ 1000 വരുന്നിടത്ത് 5000 വന്നിട്ടുണ്ടല്ലോ. അതെങ്ങനെ ബില്ല് കൂടിയത്? അങ്ങനെയാണെങ്കിൽ അതിന് പുള്ളി പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ ഈ 3 മാസങ്ങളാണല്ലോ വേനൽക്കാലം. അവിടെ നല്ല ഫാൻ ഇട്ടിട്ടുണ്ട്. ഇത് മലയോര മേഖലയാണ്, AC കുറവായിരിക്കും.
വലിയ ചൂടുണ്ടാവില്ല. കാരണം പനങ്ങാട് നമുക്കറിയാം മലയോര ഗ്രാമമാണ്, വലിയ ടൗണിൽ പോലുള്ള AC യുടെ ഉപയോഗം ഒന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. എങ്കിൽ കൂടി 1000 അടയ്ക്കേണ്ട സാധനത്ത് 5000 അടയ്ക്കാന്ന് പറയുമ്പോൾ സാധാരണ കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും, അവർക്ക് പ്രയാസം തന്നെയായിരിക്കും. ഇതിൽ ഈ യൂണിറ്റ് ഉപഭോഗം കൂടിയപ്പോൾ അതിൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് യൂണിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആനുവൽ ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതും ഈ ബില്ലിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ തവണ 3000 അടച്ചിട്ടുണ്ട്. അതായത് ഒരു ശരാശരി എടുത്ത് നോക്കിയിട്ട് ബില്ല് അങ്ങനെ കൂടി വരുന്നുണ്ടെങ്കിൽ അവർ ഈ വാർഷികമായിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് കൊടുക്കുന്ന തുക സ്വയമായിട്ട് കൂട്ടും. അതും ഇവർക്ക് അടയ്ക്കേണ്ടി വരും കൺസ്യൂമേഴ്സിന്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ കണ്ട ബില്ലാണ്. കഴിഞ്ഞ തവണ 5000 ചില്ലാനം വന്ന ബില്ല് ഇത്തവണ വന്നിരിക്കുന്നത് 11,000 ബില്ലാണ് ആ വീട്ടുകാർക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ആനുവൽ ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ആ ഒരു വകുപ്പിലേക്ക് വക മാറ്റിയിരിക്കുന്നത് 4000 ചില്ലാനം. ശരിക്കും ഇത് ആരുടെ വീഴ്ച? നാട്ടുകാരുടെ വീഴ്ചയല്ലല്ലോ. KSBക്കാർ ഒരു മാസം വന്ന് ബില്ലെടുത്തില്ല, അത് അവരുടെ വീഴ്ചയാണല്ലോ. അവരുടെ വീഴ്ച എന്തിനാ ഈ സാധാരണക്കാർ തലക്കടിച്ച് കയറ്റുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതിൽ ഈ നാട്ടുകാർ ഒരു ഗൂഢാലോചനയുണ്ട് ഇതിന് പിന്നിൽ നിന്ന് കൂടി ആരോപിക്കുന്നുണ്ട് കേട്ടോ. അതിൽ എത്രത്തോളം വ്യക്തത നമുക്ക് വരുത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആ നിലയ്ക്ക് നമ്മൾ ആ വാർത്തയെ അവതരിപ്പിക്കാതിരുന്നത്. ആളുകൾ പറയുന്നത് ഇനിയിപ്പോൾ താരിഫ് കൂടാൻ പോവുകയാണ്. ആ കൂടുന്ന ഘട്ടത്തിൽ ഈ 2 മാസം എന്നുള്ള മീറ്റർ റീഡിങ് 3 മാസത്തിലേക്ക് മാറ്റുമോ എന്നുള്ളൊരു ആശങ്ക അവർ മാറ്റിക്കഴിഞ്ഞാൽ പെട്ടു. ആ ബില്ലെടുത്ത് നോക്കിയാൽ കാണാം, ഈ യൂണിറ്റിൻ്റെ ചാർജ് മാത്രമല്ല, സെസ്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഈ പലചരക്ക് കടയിൽ നിന്ന് ബില്ല് വാങ്ങുന്ന പോലെയാണ് KSBയുടെ ബില്ലെന്ന് പറഞ്ഞാൽ. അത് എടുത്ത് വായിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ചർച്ച നടക്കുന്നതാണ്. അതായത് ഈ 2 മാസത്തെ ബില്ല് 1 മാസത്തിൽ അടച്ചു കഴിഞ്ഞാൽ ഇതിലും കുറയുമെന്നൊക്കെ നടക്കുന്ന കാലമാണ്. ഇനിയിപ്പോ കറണ്ട് ബില്ല് അടയ്ക്കാൻ പ്രത്യേകിച്ച് ലോൺ അപ്ലൈ ചെയ്യുന്നു കേട്ടിരുന്നു. അതെ, അല്ല, ഈ സിനോജിന്റെ വാർത്തയിലേ ഫ്യൂസ് ഊരിക്കൊണ്ടുപോയതാണല്ലോ. ഇവിടെ സ്വമേധയാ ഊരി വെക്കേണ്ട അവസ്ഥയിലേക്ക് നാട്ടുകാർ എത്തി എന്നുള്ളതാണ്. ഒരു വലിയ മാസ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ KSB എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് അറിയാനുള്ളത്. പക്ഷേ ഇന്നലെ പറഞ്ഞത് തുക എന്തായാലും അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത്ര ഭീമമായ തുക പെട്ടെന്ന് കൊണ്ടുപോയി അടയ്ക്കാൻ പറ്റുമോ എന്നുള്ള സമവായം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് കുറേ കുടുംബങ്ങളുണ്ടല്ലോ, അവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും, അവരുടെ ബഡ്ജറ്റൊക്കെ താളം തെറ്റും. ഇതൊക്കെ ഗഡുക്കളായിട്ട് അടച്ചാൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? KSB അങ്ങനെ ഒരു സാധ്യത കൊടുക്കുമോ? ഇല്ല, KSB അതിൽ പറഞ്ഞത് ഉപയോഗിച്ചതാണ്, അതുകൊണ്ട് അടച്ചേ പറ്റൂ എന്നുള്ള നിലപാട്. പിന്നെ അവർക്കൊരു ഇളവ് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞിരിക്കുന്നത് ആനുവൽ ക്യാഷ് ഡെപ്പോസിറ്റ് തൽക്കാലം അവിടെ ഓൾറെഡി ഉള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവരോട് അത് കുറച്ചടച്ചാൽ മതി എന്നുള്ളൊരു വാദവും കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ നാട്ടുകാർ അങ്ങനെയൊന്നും അടങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. അവർ പറയുന്നത് ഞങ്ങളുടെ പ്രദേശത്തെ മാത്രം ഇത് ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റി എന്നുള്ള വാദമാണ്. ഫീസ് വരാൻ അവിടെ KSBക്കാർ പോകണ്ട, എളുപ്പമായിരിക്കും കാര്യങ്ങൾ. KSBക്കാരെ കണ്ട നാട്ടുകാർക്ക് ചിലത് പറയാനുണ്ട് പനങ്ങാട് പഞ്ചായത്തിൽ. താങ്ക് യു ദീപക് ആൻഡ് സിനോജ്. ഒരിടത്ത് പനങ്ങാട്ട് നാട്ടുകാരുടെ പ്രശ്നം മറുഭാഗത്ത് വില്ലേജ് ഓഫീസറുടെ ഫീസ് ഊരിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങളെ.